നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടപടി വൈകുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ എന്ത് നടപടി സ്വീകരിക്കുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. IC റിപ്പോർട്ട് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി കൈമാറിയിട്ടില്ല. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു അവസരം കൂടി നൽകിയ ഫെഫ്കയുടെ നടപടിക്കെതിരെ ഫിലിം ചേംബറിലും നിർമ്മാതാക്കൾക്കിടയിലും വലിയ എതിർപ്പ് ഉയർന്നിരുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. നമുക്കറിയാം, നേരത്തെ രണ്ടാമത് ഒരു നടി കൂടി ഈ സൂത്രവാക്യം സിനിമയിൽ അഭിനയിച്ച രണ്ടാമത് ഒരു നടി കൂടി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ആരോപണമായി വന്നിരുന്നു. ഇതിനിടയിലാണ് ഫെഫ്കയൊക്കെ ഇടപെട്ട് ഈ വിഷയത്തിലൊരു കോംപ്രമൈസിനൊക്കെ തയ്യാറാവുകയും ഒക്കെ ചെയ്തത്. പ്രൊഡ്യൂസേഴ്സ് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിരിക്കുന്നു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ICയുടെ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണോ സിനിമാ സംഘടനകൾ? തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലും IC ഇന്റർണൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടോ? രഞ്ജിത്ത്, സത്യത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു മെല്ലെപ്പോക്ക സിനിമാ സംഘടനകൾക്ക് ഉണ്ട് എന്ന് തന്നെ നമ്മൾക്ക് കണക്ക് കൂട്ടേണ്ടി വരും. കാരണം ഒരു ശക്തമായ നടപടിയിലേക്ക് തുടക്കത്തിൽ കാണിച്ച ആ ഒരു വേഗത, അല്ലെങ്കിൽ ആ തുടക്കത്തിൽ അവർ പ്രകടിപ്പിച്ചു എന്ന് കരുതുന്ന ഒരു ജാഗ്രത പിന്നീട് അങ്ങോട്ടുണ്ടായോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയുണ്ട്. കാരണം പോലീസ് ഇതിലേക്ക് നടപടികളുമായിട്ട് വന്നു. ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഇറങ്ങിയ സാഹചര്യം വിളിച്ച് അന്വേഷിക്കുകയും അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും അടക്കമുള്ള ആ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ വരികയും ചെയ്തു. പക്ഷേ ആ ഒരു വേഗതയിലേക്ക് പിന്നീട് സിനിമാ സംഘടനകൾ എത്തിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ അമ്മ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞു താരസംഘടന. അവരൊരു 3 അംഗ സമിതി അടക്കം ചുമതലപ്പെടുത്തുകയും അതിൽ ചില കാര്യങ്ങൾ അന്വേഷിക്കുമെന്നെല്ലാം തന്നെ പറഞ്ഞു. ഒപ്പം ഈ ഫെഫ്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം അത് കുറച്ചുകൂടി ഈ ഷൈനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. കാരണം ഷൈനൊരു അവസരം കൂടി നൽകണമെന്ന രീതിയിലെല്ലാം തന്നെ പറഞ്ഞത് സിനിമാ സംഘടനയ്ക്കകത്ത്, പ്രത്യേകിച്ച് ഫിലിം ചേംബറിനകത്ത് ചില രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഫെഫ്കയ്ക്ക് അതിനുള്ള എന്ത് അധികാരമുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ, ഇന്റേണിംഗ് കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ ഒരു സിനിമാസിൽ, അതെല്ലാം പിന്നെ എന്ത് സംവിധാനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയും ചെയ്തു. പക്ഷേ എന്തായാലും ഈ കാര്യങ്ങളിലുള്ള റിപ്പോർട്ട് അത്തരം കാര്യങ്ങളിൽ എന്താണ് നടപടി എന്നതടക്കം ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നതാണ്. അവർ പിന്നീട് യോഗം ചേരും എന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നത് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഇതുവരെയും സിനിമാ മേഖലയിൽ നിന്ന്, സിനിമാ സംഘടനകളിൽ നിന്ന് എന്താണ് തങ്ങൾ സ്വീകരിക്കുന്ന നടപടി, ഈ രീതിയിൽ എന്ത് നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തതയിലേക്ക് ഇപ്പോഴും തന്നെ വന്നിട്ടില്ല. ഔദ്യോഗികമായ ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല എന്നതാണ്. അങ്ങനെ ഒരു മെല്ലെപ്പോക്ക സിനിമാ സംഘടനകളിലുണ്ട്. അത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും രീതിയിലൊരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഒരു ഏകീകൃതമല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മയപ്പെടുത്തൽ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ശ്രമിക്കുന്നുണ്ടോ എന്നതെല്ലാം തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും വലിയ ഒരു നീക്കത്തിലേക്ക് പോയിട്ടില്ല. പോലീസാകട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം ഇനി വരാനുള്ള ഈ ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റിൻ്റെ അടക്കമുള്ള ഫലം വരാനുണ്ട്, രാസപരിശോധനാ ഫലങ്ങളടക്കം വരാനുണ്ട്. അപ്പോൾ കൂടുതൽ കടുത്ത നടപടികൾ ഒരുപക്ഷെ ആ മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒപ്പം ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഹാജരാകാനുള്ള നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോഴും സിനിമാ സംഘടനകൾ കൃത്യമായ രീതിയിലേക്ക് ഒരു നടപടി എന്ന രീതിയിലേക്ക് ഇതുവരെയും നീങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ്. രഞ്ജിത്ത്, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു.